USS ഡേ 3 ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, സാമൂഹീകരണം സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ആനുവൽ എക്സാമിന് വേണ്ടി 7ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ്. യൂണിറ്റ് 11 വ്യക്തിയും സമൂഹവും. നിങ്ങൾക്ക് പേജ് നമ്പർ 137 റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോ ആദ്യ വാക്ക് സാമൂഹീകരണം, സോഷ്യലൈസേഷൻ. എന്താണ് സോഷ്യലൈസേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും ആലോചിച്ചിരിക്കുക. ഒരു സമൂഹത്തിൽ ഇടപഴകാൻ വേണ്ടി കുട്ടി പഠിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ചേക്കാം. സമൂഹവുമായി ഇടപഴകാൻ കുട്ടി മനസ്സിലാക്കുന്നു. അത്രയേ ഉള്ളൂ സാമൂഹീകരണം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. അപ്പോ ചുവടെ നൽകിയിരിക്കുന്ന കുറച്ച് ഓപ്ഷനുകളിൽ സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കാത്ത പ്രസ്താവന ഏത്? സഹായിക്കാത്തത് ഏതെന്നാണ് ചോദ്യം. വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്നും വരുന്ന കുട്ടികളുമായി ഇടപഴകുന്നു. നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്നും വരുന്ന കുട്ടികളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരും ഇടപഴകുന്നത്. അപ്പൊ എന്ത് പറ്റും? അവൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. വ്യത്യസ്ത ജീവിത ശൈലികൾ മനസ്സിലാക്കും, ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കും, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്? സമൂഹവുമായി ഇടപഴകാൻ പഠിക്കുകയാണ്. പത്രപാരായണം നടത്തുന്നു. പത്രപാരായണം നടത്തുമ്പോഴും എന്ത് ചെയ്യുക? ലോക പരിചയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വീട്ടുജോലികളിൽ അമ്മയെ സഹായിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളുടെ ആശാസ്യമല്ലാത്ത ഉപയോഗം. ആശാസ്യമല്ലാത്ത മീൻസ് ആവശ്യമില്ലാത്ത, ഗുണകരമല്ലാത്ത ഉപയോഗം. അപ്പൊ ഇതിലേതാണ് സാമൂഹികരണത്തെ സഹായിക്കാത്തത് ഓപ്ഷൻ ഡി ആണ്. ദൃശ്യമാധ്യമങ്ങളുടെ ആശാസ്യമല്ലാത്ത ഉപയോഗം എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇത് USS പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന സ്ഥലങ്ങൾ ചുവടെ നൽകിയവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. 6ാം ക്ലാസിന്റെ ലാസ്റ്റ് ചാപ്റ്ററും ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. റെഫർ ചെയ്യാവുന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതാണ്. നാച്ചുറൽ റിസോഴ്സ് തുടങ്ങിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓപ്ഷൻ നൽകിയിട്ടുണ്ട്: കഞ്ചിക്കോട്, രാമക്കൽമേട്, കൽപ്പറ്റ തുടങ്ങിയവ. അപ്പൊ ഈ കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഊർജോൽപാദനം നടത്തുന്ന സ്ഥലങ്ങൾ, കഞ്ചിക്കോട് ശരിയാണ്. അത് പാലക്കാട് ജില്ലയിലാണ്. അതേസമയം ആലുവ വരില്ല. രാമക്കൽമേട് ശരിയാണ്, പക്ഷേ വിഴിഞ്ഞം വരില്ല. വിഴിഞ്ഞത്ത് നിങ്ങൾക്ക് ഒരു ചോദ്യം ഇവിടെ പഠിച്ചു വയ്ക്കാം. വിഴിഞ്ഞത്ത് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് വിഴിഞ്ഞത്താണ്. കൽപ്പറ്റ വയനാടിന്റെ ക്യാപിറ്റലാണ്. കൽപ്പറ്റ, വിഴിഞ്ഞം. അപ്പൊ ഓപ്ഷനിൽ വിഴിഞ്ഞമുണ്ട്, നമുക്കതിനെ ഒഴിവാക്കാവുന്നതാണ്. രാമക്കൽമേട്, കഞ്ചിക്കോട്. അപ്പൊ രണ്ടെണ്ണം ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കേരളത്തിലെ പ്രധാനപ്പെട്ട കാറ്റാടി പാടങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. പഠിക്കുന്നതിന് വേണ്ടി, എളുപ്പമാക്കുന്നതിന് വേണ്ടി പേരുകളും അതിനോടൊപ്പം അവയുടെ സ്ഥലങ്ങളും ജില്ലകളും കൂടി തിരിച്ചറിയുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് പാലക്കാടാണ്. കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് വിഴിഞ്ഞത്താണ്. പിന്നീട് നല്ലൊരു ചോദ്യം, അനേർട്ടിന്റെ പൂർണ്ണരൂപം. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി എന്നുള്ളതാണ് അനേർട്ട്. ഇത് നല്ലൊരു ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നമ്മൾ ഇന്നലെ പഠിച്ചു, ഒന്നും കൂടെ ഒന്ന് ചർച്ച ചെയ്യുന്നു. നിത്യഹരിത വനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് എവിടെ? അതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഓർമ്മയുണ്ടോ നമ്മൾ ഇന്നലെ പഠിച്ചത്? അപ്പോ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലും അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് എന്ന് നമ്മൾ പഠിച്ചു. അതിനോടൊപ്പം ഭൂമിയിൽ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അതുകൂടി ചേർത്ത് നിങ്ങളുടെ അറിവ് വിശാലമാക്കുക. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി, പാലക്കാടാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ, കുരങ്ങാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്താണ്. നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനുള്ള 7ാം ക്ലാസിന്റെ പുസ്തകത്തിൽ പഠിക്കാനുള്ള 1 വേർഡ് ചോദ്യം കൂടിയാണ് ഈ തന്നിരിക്കുന്നത്. നിർബന്ധമായും ഈ ചോദ്യങ്ങൾ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്താൽ പോലും സോഷ്യൽ സയൻസിൽ ഏകദേശം
1000-ഓളം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു സെറ്റ് ചോദ്യവുമായിട്ട് കാണാം. ഇപ്പോഴത്തെ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ഗൈഡ് തയ്യാറാക്കുന്നുണ്ട്. സോഷ്യൽ സയൻസിന് വേണ്ടി, പർട്ടിക്കുലർ സോഷ്യൽ സയൻസ് മാത്രമേ ഉള്ളൂ. സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കൈപ്പുസ്തകമുണ്ട്. 5-7 ക്ലാസ്സുകളിൽ മാറി വരുന്ന വിഷയങ്ങൾ, അതായത് ഈ വർഷം പുസ്തകം മാറും, അതില് സോഷ്യൽ സയൻസിന്റെ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇതിന്റെ നോട്ടുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം സന്ദർശിക്കാം. അതിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഇൻസ്റ്റാഗ്രാം അഡ്രസ് USS 2024 കേരള എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. എല്ലാവർക്കും വിജയാശംസകൾ.